നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് പച്ചമുളക് വരയ്ക്കുന്നതാണ്. പച്ചമുളക് വെച്ച് നമുക്ക് കുറച്ച് കൊണ്ടാട്ടാക്കിയിട്ട് വെക്കണം. ഇപ്പം നമ്മൾ കൊണ്ടാട്ടെല്ലാം ആക്കി വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ മുളകെല്ലാം പറിച്ച് വന്നിട്ട് കണ്ടില്ലേ, പറിച്ച് കഴുകിയിട്ട് നല്ല വെള്ളമെല്ലാം ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഒരു കത്രിക വെച്ചിട്ട് ഇതിനെല്ലാം ഒന്ന് കീറിയെടുക്കണം. കുറച്ച് കണ്ടില്ലേ, ഇങ്ങനെ കീറിയെടുത്തിട്ട് നമുക്കൊരു ദിവസം വെയിലത്തിട്ട് ഉണക്കണം. ഈ മുളകെല്ലാം ഒന്നിങ്ങനെ കീറിയെടുക്കാം. മുളകെല്ലാം കീറിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ കീറിയെടുത്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് ഉപ്പും പുളിയെല്ലാം പിടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കീറിയെടുക്കണം. കീറിയെടുത്തിട്ട് നമ്മൾ ഒന്നും ഇടാതെ ഒരു ദിവസം നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. ഉപ്പും പുളിയൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. ഇപ്പോൾ വെറുതെ ഒന്ന് വെയിലത്തിട്ട് ഒരു ദിവസത്തെ വെയിൽ കൊള്ളിച്ചിട്ട് ഉണക്കിയെടുക്കാം. ഇതൊരു ദിവസത്തെ വെയിൽ കൊണ്ടിട്ട് ഉണങ്ങിയതാണ്. അന്നേരം നമ്മൾ മുറിച്ചെടുത്ത ഭാഗമെല്ലാം കുറച്ച് ഇങ്ങനെ ഇതായിട്ടുണ്ടാകും. അന്നേരം അതിൽ കൂടിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതിൽ ഉപ്പും കുറച്ചും കണ്ടില്ലേ, ഉപ്പും കുറച്ചും തൈരെല്ലാം ഒഴിക്കണം. അന്നേരം ആ മുറിച്ചെടുത്ത ഭാഗത്തെ കൂടിയിട്ട് മുകളിൽ നന്നായി പിടിക്കും അത്. അപ്പോൾ ഇതിനാവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് അധികം തന്നെ കിടക്കണം നമുക്കിത്. കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ഇത് ഇന്നത്തേത് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. നമുക്കിത് എല്ലായിടത്തും പറ്റുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം. നാളെ രാവിലെ എടുത്ത് ഇതിനെ വെയിലത്തിടാം. ഇത് രാവിലെ ഞാൻ എടുത്തതാണ്. കണ്ടില്ലേ, തൈരെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഒരു തട്ടിയുടെ മുകളിൽ ഞാനൊരു പ്ലാസ്റ്റിക് കവറാണ് വിരിച്ചിട്ട്. പേപ്പർ വിരിച്ച് കഴിഞ്ഞാൽ അത് ഈ തൈരെല്ലാം വലിച്ചെടുക്കും. നമുക്ക് തുണിയും വിരിക്കാൻ പറ്റില്ല. അന്നേരം ഈ തട്ടിയിൽ തന്നെ ഇട്ട് കഴിയുമ്പോൾ തട്ടി പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവർ വിരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബാക്കിയിലെ തൈരിൽ നമുക്ക് ഇന്നത്തെ ഒരു വെയിൽ കൊള്ളിച്ചിട്ട് വീണ്ടും ഇത് ഈ തൈരിലേക്ക് തന്നെ ഇട്ടിട്ട് ഇന്നും കൂടി ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം. ഇന്നത്തെ ഇത് ഒരു ദിവസത്തെ വെയിൽ കൊള്ളിച്ചിട്ട് വീണ്ടും ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ച തൈരിൽ ബാക്കിയുണ്ടല്ലോ, അതിലത്തേക്ക് ഒന്നുകൂടെ ഇത് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഒരു ഭാഗം നന്നായി ഉണങ്ങി വരുന്നുണ്ട്. ഈ തൈരിലേക്ക് ഇന്നും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്കിന്ന് ഫ്രിഡ്ജിൽ വെക്കാം. നന്നായി മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് മഴക്കാലമെല്ലാം ആകുന്ന സമയത്ത് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അത്യാവശ്യം നമുക്ക് കഞ്ഞിയെല്ലാം കുടിക്കാൻ വേണ്ടി മഴയെല്ലാം പെയ്യുന്ന സമയത്ത് നല്ല ചൂട് കഞ്ഞിയും ഈ മുളക് കൊണ്ടാട്ടെല്ലാം കൂട്ടി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. കണ്ടില്ലേ, നന്നായി തൈര് പിടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തൈര് പിടിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു ദിവസം കൂടി നമുക്ക് ഉണക്കിയെടുത്ത് വീണ്ടും ബാക്കി തൈരിലിട്ട് വെക്കാം. പക്ഷേ ഇത് നന്നായി പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 3-ാം ദിവസം വേണ്ടി വരില്ലാന്ന് തോന്നുന്നുണ്ടത്. നന്നായി തൈര് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഒരാഴ്ചത്തെ വെയിൽ ഒളിച്ചെടുക്കേണ്ടി വരും. എന്നെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കണമെന്നല്ലേ, നന്നായി ഉണങ്ങി കിട്ടിയാൽ മാത്രമേ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ കേടായി പോകും. നമുക്ക് വെയിലത്തുണ്ടാക്കാം. ഇത് ഒരാഴ്ചക്ക് ശേഷം അതാണ് കണ്ടില്ല, ഉണങ്ങി നന്നായി പരുവത്തിലായിട്ടുണ്ട്. ഞാനതൊരു ഭരണിക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കൊടുത്തിട്ട് ഒന്ന് ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡിന് വറുത്തെടുക്കാം. നമുക്ക് ഒരു 4-5 മുളക് എടുത്തിട്ടുണ്ട്. നമുക്കൊന്നിനെ വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കുമ്പോഴും ശ്രദ്ധിക്കാനുണ്ട്. എന്ന് വെച്ചാൽ തൈരെല്ലാം കൂട്ടിയതുകൊണ്ട് എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇടാൻ പാടില്ല. എണ്ണ ചൂടായി വരുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം. എന്നാലേ അത് മറ്റേ പെട്ടെന്ന് കരിഞ്ഞു പോകും. എണ്ണ നല്ലോണം ചൂടായി ഇങ്ങനെ പുകയൊന്നും വരുന്ന സമയം അത്ര ആകാൻ നിൽക്കണ്ട. ചൂടായി വരുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, പെട്ടെന്ന് ആയി കിട്ടും. ഇതിങ്ങനെ ആക്കിയിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിലെ തൈരെല്ലാം കൂടിയിട്ട് ചോറിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ എന്ത് ടേസ്റ്റ് എന്ന് പറയാം. ഇതാ നന്നായി മരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി മരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ തൈരിൻ്റെ ഇതും എണ്ണേരെ ഇതെല്ലാം ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ മുളക് ഇങ്ങനെ ആക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ ഉച്ചക്കത്തെ ഊണിന് 2 മുളക് കൊണ്ടാട്ടെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പച്ചമുളകെല്ലാം ഇല്ലവർ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിയില്ലെങ്കിലും അത്യാവശ്യം ഈ മുളക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചോറുണ്ണാട്ടോ നല്ല ടേസ്റ്റാണ്. ഉപ്പും പുളിയും എരിവും എല്ലാം ഒരുപോലെയല്ലേ.
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.